ഇന്ത്യയിൽ ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത രീതിയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അവരൊരു അർദ്ധ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് മിക്കവരും തന്നെ, അവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ യു പിയിൽ ഗോണ്ടയിൽ BLO ആയിട്ടുള്ള വിപിൻ യാദവ് സ്വയം പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ അറിയേണ്ടത്, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ ആളല്ല വിപിൻ യാദവ്. ഇപ്പൊ ഏതാണ്ട് 16ഓളം പേരാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടികയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ജോലികളുടെ സമ്മർദ്ദം കാരണം ഇതുവരെ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 5 പേർ ഡയറക്റ്റ് സൂയിസൈഡാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഒരു സാധാരണ പാവപ്പെട്ട ഒരു സ്കൂളിലെ പിയൂണായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഏതാണ്ട് 1400ഓളം വീടുകൾ അല്ലെങ്കിൽ 1300ഓളം വീടുകളിൽ ഫോം വിതരണം ചെയ്യണമെന്ന്, 1300ഓളം ആളുകൾക്ക് ഫോം വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. മറ്റൊരു കേസിൽ നമുക്കറിയാം, ഒരു BLOയുടെ ഫോൺ സംഭാഷണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുറത്തേക്ക് വന്നത് അമിതമായിട്ടുള്ള ജോലിഭാരമാണ്, ഇത് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ജോലി പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സംഭാഷണം നമ്മൾ കേട്ടു. ഇതിനിടയിൽ ഒരു തഹസിൽദാർ വിളിച്ചിട്ട് നാളെ മുതൽ നിങ്ങൾക്ക് നോട്ടീസ് തരും എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടു. ഇത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഗവൺമെന്റിന്റെ ഒരു ജോലിയുടെ ഭാഗമായി, അതിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ വീഡിയോ അതിനെക്കുറിച്ച് വളരെ വിശദമായി പരിശോധിക്കുകയാണ്. ഈ 16 പേർ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 16 പേർ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൽ 5 പേർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ എന്ന് പറയുന്നത്, നിങ്ങൾ അറിയേണ്ടത്, യു പിയിലെ ലക്നൌവിലുള്ള സതീഷ് കുമാർ വർമ്മ എന്ന് പറയുന്ന ഒരാൾക്ക് സംഭവിച്ചത് ബ്രെയിൻ ഹെമറേജ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം, സാധാരണ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ പിന്നെ വളരെ സുഖകരമായി ജീവിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സമ്മർദ്ദമൊന്നും ഉണ്ടാവില്ല എന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വലിയ, ഈ പറയുന്ന പോലെ, ആളുകൾക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിരുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലായിരുന്നു. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എംപ്ലോയ് ചെയ്തിട്ടുള്ള ആളുകളിലായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ജയിലിൽ കിടന്നേനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണ് ഇതിൽ ഇത്രമാത്രം വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം നിങ്ങൾ SIR എന്താണെന്ന് അറിയണം. നമ്മൾ ഇതിനു മുൻപ് 2002-ലും 2003-ലും ഒക്കെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയപ്പോൾ അത് വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടത്തി വോട്ടർ പട്ടികയിലുള്ള ആളുകളെ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി നടത്തി. അതിന് ആരും എതിരല്ല. കാരണം ഒരു ഡാറ്റാ ബേസ് കൃത്യമാക്കുന്നതിന് മരിച്ചവരും അതുപോലെ സ്ഥലത്തില്ലാത്തവരേക്കും ഒഴിവാക്കുകയും കൃത്യമായ ഒരു ഡാറ്റാ ബേസ് സംരക്ഷിക്കുകയും വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല. പക്ഷേ 2002-കളിൽ ഇത് നടപ്പിലാക്കിയപ്പോൾ 2 കൊല്ലമെടുത്താണ് നടപ്പിലാക്കിയതെങ്കിൽ ഇപ്പോൾ കേവലം ഈ പറയുന്ന 12 സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 12ഓളം സ്ഥലങ്ങളിൽ ഇപ്പൊ ഇത് നടപ്പാക്കുന്നത് കേവലം ഒരൊറ്റ മാസം കൊണ്ട് ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഈ ഒറ്റ മാസം കൊണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, എത്രത്തോളം വരുന്ന BLOമാർ ഓരോ സ്റ്റേറ്റിലും പോപ്പുലേഷൻ ആനുപാതികമായിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു BLOയ്ക്ക് ചില സ്ഥലങ്ങളിൽ 650 ചില സ്ഥലങ്ങളിൽ 850 ചില സംസ്ഥാനങ്ങളിൽ 1092 അതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളമാണ് എന്ന് നിങ്ങൾക്കറിയണം. ആ BLO എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഈ 1092 പേർക്കും കറക്റ്റായി, അതായത് കൃത്യമായി അവരുടെ കൈകളിൽ തന്നെ ഫോം എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ. അത് ഒരു മാസം കൊണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്താൽ പോരാ. ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീരാം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു തവണ കയറിയാൽ പോരാ. ഏറ്റവും കുറഞ്ഞത് ഒരു 3 തവണയെങ്കിലും ഇവർ കയറി ചെല്ലണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് 1000 ആപ്ലിക്കേഷൻസ് കൊടുത്ത് അത് ഓരോരുത്തരുടെയും കൈകളിൽ ഓരോരുത്തരുടെയും വീടുകളിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഇടുക്കി പോലെ, വയനാട് പോലെ, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും, രാജസ്ഥാനിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം വീടുകൾ തമ്മിലുള്ള അകലം പല സ്ഥലങ്ങളിലും കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത്, 3 തവണ കയറി ഇറങ്ങുക എന്ന് പറയുന്നതും അവരുടെയൊക്കെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തുക എന്ന് പറയുന്നതും, കേരളത്തിലാണെങ്കിൽ 2002-ലെ വോട്ടർ പട്ടികയിൽ അവരുടെ വിവരങ്ങളുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കലുമൊക്കെ ഒരു മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ് പക്ഷെ ഈ പറയുന്ന പോലെ, എന്നിട്ടും ഇതെല്ലാം മനസ്സിലായിട്ടും ഇത്രയൊക്കെ മരണങ്ങൾ നടന്നിട്ടും ഇതിന്റെ പുറത്ത് കടുംപിടുത്തം തുടരുകയാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ, ഇവർ ഈ ജോലി മാത്രം ചെയ്യേണ്ടവരാണ് അല്ല. കാരണം അവർക്ക് മറ്റ് ജോലികളുണ്ട്. ഇപ്പോൾ സ്കൂളിലെ പിയൂണാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്, അതുപോലെ തന്നെ ടീച്ചർമാരുണ്ട്, അംഗൻവാടി ടീച്ചർമാരുണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ 8 മണിക്കൂർ മറ്റ് ജോലികൾ ചെയ്തതിന് ശേഷം
അതിന്റെ ഇടവേളകളിൽ സമയം കണ്ടെത്തി വേണം ഈ പറയുന്ന ഓരോ വീടുകളിലും 3 തവണ വീതം വിസിറ്റ് ചെയ്യാൻ. ആ 3 തവണ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഫോം തന്നെ വലിയ കൺഫ്യൂഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കൽ, അല്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ, നിങ്ങളുടെ പിതാവിന്റെ പേരുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ജോലിയും കൂടി ഇവർ ചെയ്യേണ്ടി വരും. കേരളത്തിൽ അത് പിന്നെയും ജനത്തിന് പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിൽ ഒട്ടും ട്രെയിൻഡ് അല്ലാത്ത ഈ ഡാറ്റ കളക്ഷനോ, അതുപോലെ തന്നെ ഡാറ്റ എന്ത് ചെയ്യുന്നു, തിരികെ മേടിക്കുന്നു. ആ ഡാറ്റ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു. അതായത് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, കൃത്യമായി അത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പണി മുഴുവൻ തീർക്കൽ അസാധ്യമാകുന്ന ഒരു കാര്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എങ്കിൽ പോലും ആളുകൾ എന്തിനാണ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് തിരഞ്ഞെടുക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിക്കും. ആ തിരഞ്ഞെടുക്കാൻ കാരണം മിക്ക സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ തഹസിൽദാർ ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഓഫീസുകളിൽ നിന്ന്, കളക്ടറേറ്റുകളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രഷറാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ആ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരുടെ ജോലി കളയും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ തവണ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരാളുടെ ഭാര്യ തന്നെ പറയുന്നത്, അത് കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, പറയുന്നത് ഈ ജോലി ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ ഞങ്ങൾ FIR ഇടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾക്കെതിരെ FIR ഇടുകയും അയാൾ ജയിലിൽ പോവുകയും കൂടാതെ അയാളുടെ ജോലി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എത്ര പേരെ സാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. 180ഓളം വരുന്ന BLOമാരെ നോയിഡയിൽ മാത്രം അവിടെ ഈ പറയുന്ന പോലെ ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറും ഉത്തരവിട്ടേക്കാണ്. ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഉള്ളത് അവരുടെ പേര് മേധാരൂപം എന്നാണ്. ആ മേധാരൂപം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡോക്ടർ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ മകളാണ്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ മകൾ എന്ത് ചെയ്തിരിക്കുന്നു, അത് 181ഓളം വരുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, അവരിൽ മഹാഭൂരിപക്ഷവും അംഗൻവാടി കേഡറിൽ നിന്നുള്ളതാണ്. അത്തരത്തിൽ അവരുടെ ഡിജിറ്റൽ വർക്കുകൾ നോക്കിയപ്പോൾ അത് കഴിഞ്ഞ 24-25 ദിവസമായപ്പോൾ 5% പോലും ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെ പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര പ്രശ്നം ഉണ്ടാവും. അതായത് ഈ ജോലി പോയാൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല എന്നറിയാവുന്നവർ പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, എങ്കിൽ ഞങ്ങളങ്ങ് മരണപ്പെട്ടേക്കാം, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി കിട്ടും, കൂടാതെ അപമാനവും സഹിക്കേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു എംപ്ലോയർ ആ എംപ്ലോയറുടെ കീഴിലുള്ള ജോലി സമ്മർദ്ദം കൊണ്ടിട്ട് ഒരു 5 പേർ ആത്മഹത്യ ചെയ്യുന്ന കാര്യമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ബ്രെയിൻ ഹെമറേജ് ഒന്ന് മരിക്കുന്ന കാര്യമുണ്ടായാൽ ആ കമ്പനി പിന്നെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. പക്ഷെ ആ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പണി കേന്ദ്ര ഗവൺമെന്റും ചീഫ് ഇലക്ഷൻ കമ്മീഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്തിനാണ് ഇത്തരത്തിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒരിക്കലും നടക്കില്ല എന്നുറപ്പുള്ള രീതിയിൽ അല്ല ഡെഡ് ലൈനുകൾ കൊടുത്തേക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അത്തരത്തിലുള്ള ഡെഡ് ലൈനുകൾ കൊടുത്ത് അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് ഒരു ഡാറ്റയുടെ വിവരം ശേഖരിച്ചാൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയാൽ തന്നെ അത് എത്രത്തോളം കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ള വിചിത്രമായിട്ടുള്ള കാര്യം എല്ലാവർക്കും തോന്നുന്നത്. ഇനി വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഉണ്ടാവണം, വളരെ കൃത്യമായിട്ടുള്ള പോപ്പുലേഷന്റെ കണക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് ഗവൺമെന്റിന് താല്പര്യമുണ്ടെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന അതിന്റെ ചെയർമാനായിട്ടുള്ള PC മോഹൻ, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്, ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ അറിയണം. ആ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ പറയുന്നത് 2001 നമുക്ക് ഏറ്റവും അവസാനം ഈ പറയുന്ന പോലെ സെൻസസ് എടുത്തിട്ടുള്ളത് 2011 അതിനുശേഷം ഒരു സെൻസസ് നടത്താൻ പോലും ഞങ്ങളെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സെൻസസ് നടത്താൻ അനുവദിക്കാത്ത, കൃത്യമായി രാജ്യത്തെ ജനസംഖ്യ എത്രത്തോളം വേണമെന്ന് കണക്കുകൾ പുറത്തുവിടാൻ താല്പര്യമില്ലാത്ത ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും എന്തിനാണ് ഈ പറയുന്ന ഒരു ഗവൺമെന്റ് ഓഫീസേഴ്സിനെ ഉപയോഗിച്ച് ഒരൊറ്റ മാസം കൊണ്ട്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയൊരു തിരക്കിട്ട ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെതിരെ ഇതിപ്പോ ഇന്ന് ഞാൻ ചർച്ചക്കെടുക്കാൻ കാരണം, ഇതിനെതിരെ ഇന്ന് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത് കേരളം അടക്കമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ 12 സ്ഥലങ്ങളിലും, അതായത് യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ് ഗവൺമെന്റുകളും അടക്കം 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ 12 സ്ഥലങ്ങളിലും ഈ 55% വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞുവെന്നും ഇനി 8 ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് ചെയ്തു തീർക്കാൻ കഴിയുമെന്നുമാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഇത്തവണ ഉപയോഗിക്കേണ്ട വോട്ടർ പട്ടികയല്ല,
അടുത്ത 2026 കേരളത്തിലും അതുപോലെ ഈ പറയുന്ന തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കേണ്ട വോട്ടർ പട്ടികയാണ്. അതിന്മേലാണ് ഈ പണി നടത്തുന്നത്. ഈ പണി നടത്തുമ്പോൾ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ, മലപ്പുറത്തടക്കമുള്ള സ്ഥലങ്ങളിൽ നിരവധി പ്രവാസികൾ അല്ലെങ്കിൽ ഇതിനോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്തവർ, അത്തരത്തിൽ അപൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, ഒരു BLO ചെന്ന് വീട്ടിൽ ചെന്ന് രാത്രി 9 മണിക്ക് വീടൊന്ന് തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ തുറക്കില്ല, സഹകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു സഹകരണമില്ല, 9 മണിക്ക് വന്നാൽ നിങ്ങൾ ആ ഫോം അവിടെ വെച്ചിട്ട് പോയിക്കോ, അല്ലാതെ ഞങ്ങൾ ചെയ്യില്ല, ഇനി വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും. മലപ്പുറം പോലെയുള്ള, കോഴിക്കോട് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മലബാർ റീജിയനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന് ഒഴിവായാൽ അത് ആർക്കാണ്, എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത്തരത്തിൽ വിചിത്രമായ ഒരു പരിപാടിയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഭായിയും ബഹനവും എന്ന് വിളിച്ച് പ്രധാനമന്ത്രി ഒരു ദിവസം വന്ന് നമ്മളോട് ഒരു അനൗൺസ്മെന്റ് നടത്തി. അത് നോട്ട് നിരോധനമായിരുന്നു. അന്ന് ഏതാണ്ട് 100ഓളം വരുന്ന ആളുകൾ വരിയിൽ കുഴഞ്ഞു വീണ്, ഈ വരി നിന്ന് 4000 രൂപ മാറിയെടുക്കാൻ വേണ്ടി കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ഒരു കാരണവുമില്ലാതെ, അവരുടെ കയ്യിലുള്ള നോട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ഒരു ദിവസം ബാങ്കിന്റെ മുമ്പിൽ നിന്ന് മരിച്ചുപോയി എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ജോലിയുടെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് 16 പേർ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടു, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കണം. കാരണം ഇത് ആർക്കും അറിയാത്ത വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ കാര്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുക എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം.